ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഷാരോൺ പോൾ, പാലക്കാട് ദയ ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് പൊതുവെ എല്ലാവർക്കും കണ്ടുവരുന്ന, എസ്പെഷ്യലി ഫീമെയിൽസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഈ കൈമുട്ടിൻ്റെ പുറം ഭാഗത്തുള്ള ഏകദേശം ഈ ഒരു ഏരിയയിലുള്ള വേദനയെ കുറിച്ചാണ്. അത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, കോമൺ കണ്ടീഷനാണത്. അതിൻ്റെ ഡയഗ്നോസിസ് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇറ്റ് വിൽ ബി ടെന്നീസ് എൽബോ. മെഡിക്കലി ഇറ്റ് ഇസ് കോൾഡ് ആസ് ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. അതായത് നമുക്ക് ഫോറാമിൽ വി ഹാവ് രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. ഒന്ന് എക്സ്റ്റൻസർ ഗ്രൂപ്പ് ഓഫ് മസിൽസ്, ഫ്ലെക്സർ ഗ്രൂപ്പ് ഓഫ് മസിൽസ്. അപ്പോൾ ഈ എക്സ്റ്റൻസർ ഗ്രൂപ്പ് ഓഫ് മസിൽസിൻ്റെ കോമൺ ഒറിജിനാണ് ഈ പറയുന്ന ഈ ഭാഗം. ഇറ്റ് ഈസ് കോൾഡ് ആസ് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. അപ്പോൾ ഈ മസിൽ ഗ്രൂപ്പിൻ്റെ കോമൺ ഇൻസെഷണൽ പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ബേസിക്കലി ഓവർ യൂസ് ഇഞ്ചറി, കൂടുതലായിട്ട് ഓവർ യൂസ് ചെയ്ത്, എസ്പെഷ്യലി ക്രിക്കറ്റ് കളിക്കണവർക്ക്, ടെന്നീസ് കളിക്കണവർക്ക്, പിന്നെ അങ്ങനെ വേണമെന്നില്ല, എന്തായിട്ട് നമ്മൾ ഓവർ യൂസ് ആയിട്ട് സാധാരണക്കാരായ പോലും കൂടുതലായിട്ട് നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റി, എസ്പെഷ്യലി സാധാരണ എടുത്ത് കഴിഞ്ഞാൽ തുണി പിഴിയുക, ബൈക്ക് ഓടിക്കുക, അങ്ങനെ എന്തെങ്കിലും കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റഡ്ലി കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു മൈക്രോ ടയർ കോമൺ ഇഞ്ചറിയാണ് ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ്. ഈ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. വി ഹാവ് അറൌണ്ട് 7 to 8 ഓഫ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട് സെൻസർ കമ്പാർട്ട്മെന്റിൽ. അതിൻ്റെ എല്ലാം കോമൺ ഇൻസെർഷണൽ പോയിന്റ് ഇതായതുകൊണ്ട് അത് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഓവർ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ചെറിയ മൈക്രോ ടയർസ്, ചെറിയ ടയർ വന്ന് മൈക്രോ ടയർസ് എന്ന് പറയും. അത് വീണ്ടും ഒരു ഇൻഫ്ലമേഷൻ സ്റ്റേജിലോട്ട് പോയിട്ട് സിവിയർ ആയിട്ട് പെയിൻ വരുന്ന ഒരു കണ്ടീഷനാണ് ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് അഥവാ ടെന്നീസ് എൽബോ. തുടക്കത്തിൽ ഇവിടെ മാത്രമായിരിക്കും പെയിൻ, പിന്നീട് കുറച്ച് കഴിയും തോറും ഫോറാമിലോട്ട്, ഫ്രണ്ടിലോട്ട്, കുറച്ച് മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട് റേഡിയേറ്റ് ചെയ്ത്. പിന്നെ കുറച്ചും കൂടി സിവിയർ ആകുമ്പോൾ എസ്പെഷ്യലി ഉറങ്ങിയായിരിക്കുമ്പോൾ കൈ നിർത്താനും പറ്റണില്ല, പല്ല് തേക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അതായിരിക്കും അതിൻ്റെ സിംറ്റംസ്. ഇനി ഇത് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്. പ്രത്യേകിച്ച് എക്സ്റേയുടെ USGയുടെ ഒരു ആവശ്യമില്ല. ക്ലിനിക്കലി നമുക്ക് ഹിസ്റ്ററി പരിശോധിച്ചിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു കോമൺ കണ്ടീഷനാണ് ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. പിന്നെ ഒരു പ്രധാന കാര്യം, ഇറ്റ് ഈസ് എ സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് ആണ്. അതായത് ഓട്ടോമാറ്റിക്കലി അതിനൊരു കോഴ്സ് ഓഫ് ടൈം ഉണ്ട്. അറൌണ്ട് 6 to 1 year അല്ലെങ്കിൽ ചിലപ്പോൾ 1 year to 2 year ഓട്ടോമാറ്റിക്കലി അത് ഹീലായി ഒരു സെൽഫ് ലിമിറ്റിങ്ങിലോട്ട് പോകും, തന്നെ മാറിപ്പോകും. അതായത് മുട്ടുതേയ്മാനം പോലെ ലൈഫ് ലോങ് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസീസ് അല്ല, അത് ഒരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അക്യൂട്ട് ആയിട്ടുള്ള നല്ല സിവിയർ സ്റ്റേജിൽ നമ്മൾ റെസ്റ്റ് പറയും, ഓവർ യൂസ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. പലരും റെസ്റ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും നമ്മുടെ ജോലി റെസ്റ്റ് എടുക്കാനൊക്കെ മടിയുള്ളതുകൊണ്ടാണ് കൂടുതലായിട്ട് വീണ്ടും അതിൽ കൂടെ ഓവർ യൂസ് ചെയ്ത് വീണ്ടും ഇഞ്ചറിയിലോട്ടൊക്കെ പോകുന്നത്. മെയിൻ തിങ് ഇറ്റ് ഇസ് റെസ്റ്റ്. പിന്നെ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഐസ് പാക്ക് വെക്കാൻ പറയും. ഐസ് പാക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയറക്റ്റ് കോൺടാക്ട് ഇല്ലാതെ ഒരു തുണിയിൽ പോന്നിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ ഐസ് ആക്കിയിട്ട് ഐസ് പാക്ക് അപ്ലൈ ചെയ്യുക. അറൌണ്ട് 15 to 20 minutes, 15 to 20 minutes വരെ ദിവസം 2-3 തവണ വരെ ഐസ് വയ്ക്കാം. പിന്നെ ഇതാണ് റെസ്റ്റ്, ഐസ് പാക്ക്. പിന്നെയുള്ളത് ഫിസിയോതെറാപ്പി, എക്സസൈസ് മോഡിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെഡിസിൻസ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് നമ്മൾ കൊടുക്കും, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. അതുപോലെ തന്നെ പിന്നെയും അതിലൊക്കെ ചെയ്തിട്ടും മാറിയില്ല, കുറച്ച് റെസ്റ്റ് എടുക്കാൻ മടിയുള്ളവർക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിലൊന്നും ചെയ്തിട്ടും വ്യത്യാസമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതിൽ ബേസിക് ഇഞ്ചക്ഷനാണ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, പിന്നെ PRP, അങ്ങനത്തെ ഇഞ്ചക്ഷൻ ഉണ്ട്. പിന്നെയുള്ള സ്റ്റെപ്പാണ് ഡ്രൈ നീഡ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ തരിപ്പിച്ചതിന് ശേഷം മൾട്ടിപ്പിൾ പങ്ക്ചേഴ്സ് ഉണ്ടാക്കി ബ്ലഡ് ഫ്ലോ കൂട്ടി അത് ഹീൽ അയക്കുന്ന ഒരു മെത്തേഡാണ് ഡ്രൈ നീഡ്ലിംഗ്. പക്ഷേ ആ സ്റ്റേജിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ PRPയിലോ ഇഞ്ചക്ഷൻസിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് മാറിപ്പോവും. മെയിൻ തിങ് റെസ്റ്റ്, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻസ്, പിന്നെ എക്സസൈസ് മോഡിഫിക്കേഷൻ, സർട്ടൻ ഗ്രൂപ്പ് ഓഫ് ഫിസിയോതെറാപ്പി, അതൊക്കെ ചെയ്ത് മാറ്റാവുന്ന ഒരു അസുഖമാണ്. പിന്നെയും മാറാതെ, എസ്പെഷ്യലി അത് സാധാരണക്കാർക്ക് വേണ്ടി വരില്ല, എസ്പെഷ്യലി പ്രൊഫഷണൽ പ്ലെയേഴ്സ് അങ്ങനെയുള്ളവർക്ക് ലേറ്റർ സ്റ്റേജ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മാറ്റാത്ത സിറ്റുവേഷനിൽ ഡിബ്രൈൻമെൻറ്റ്, അതായത് സർജറിയിലോട്ട് പോകേണ്ടി വരും. അത് വളരെ റയറായിട്ട് 1% പേഷ്യൻസിലൊക്കെ വേണ്ടി വരുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇറ്റ് വിൽ സബ്സൈഡ് വിത്ത് റെസ്റ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് പിന്നെ ബെൽറ്റും കൂടി ഉണ്ട്. ഒരു കൗണ്ടർ ഫോഴ്സ് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെന്നീസ് എൽബോ ബെൽറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടോ? ടെന്നീസ് എൽബോ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേസ് ഉണ്ട്. അത് പെയിൻ ഇവിടെയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കുറച്ച് പെയിന് താഴെയായിട്ട് ഫോറാം മസിൽസിൻ്റെ ഇവിടെ ടെന്നീസ് എൽബോ ബെൽറ്റ് എന്ന് പറയും. അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് ഇസ് എ കൗണ്ടർ ഫോഴ്സ് ബെൽറ്റ് ആണ്. നമ്മൾ ഇവിടെ കുറച്ച് ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും
ഈ എക്സ്റ്റൻസർ മസിലിന്റെ ഒറിജിൻ ഈ പോയിന്റിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ പോയിന്റിലോട്ട് അത് ആക്ഷൻ വരില്ല. ആ കൗണ്ടർ ഫോഴ്സ് ഇവിടെ വെച്ച് അത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ബെൽറ്റ് ഇട്ട് ജോലി ചെയ്യുമ്പോഴും ഈ പോയിന്റിലോട്ട് അതിന്റെ ആക്ഷൻ വരാത്തതുകൊണ്ട് നമുക്കൊരു സിംറ്റമാറ്റിക്കലി റിലീഫ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് ആക്ഷൻ വരാത്തത് കൊണ്ട് അത് അവിടെ ഇരുന്ന് ആ ഒരു ടൈം പീരീഡിൽ അത് ഹീലായിട്ട് അസുഖം മാറിപ്പോകാനും ഹെൽപ്പ് ചെയ്യും ടെന്നീസ് എൽബോ ബെൽറ്റ്. ഇതൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.